ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5 രൂപയിൽ കമ്മമറേറ്റോ നാണയങ്ങളുടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ. മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു മുഖപടമുള്ള കോയിനുകൾക്ക് കൽക്കട്ട, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ 30 രൂപ മുതൽ 100 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ONGC ഈ ഒരു കോയിനാണ്. ഇത് ഇങ്ങനൊരു മുഖപടമാണ് ഇതിനുണ്ടാവുക. ഈ ഒരു കോയിന് കൽക്കട്ടയിലും ഹൈദരാബാദും മാത്രമേ മിൻറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. 30 രൂപ മുതൽ 100 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 150ാമത് ബർത്ത് ആനിവേഴ്സറി ഓഫ് ലോകമാന്യ ബാലഗംഗാധർ തിലക് ജി എന്നടിച്ചിട്ടുള്ള ഈ കോയിനുകൾ റയർ കോയിനുകളാണ്. ഇത് റയർ തിരിച്ചറിയാൻ തിലക് ജി എന്നടിച്ചത് നോക്കിയാൽ മതി. തിലക് ജി ഇതാണ്ട് ഇവിടെ. അതായത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു അക്ഷരം. ബാക്കിയെല്ലാം തിലക് കീയേ ഉള്ളൂ. ഇത് തിലക് ജി വന്നിട്ട് കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റിങ്ങിലേക്ക് വന്നാൽ 3500 രൂപയിൽ തുടങ്ങി. എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിലാണ് 3500 രൂപ. UNC കണ്ടീഷനിൽ 6000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ ചിലപ്പോൾ ഇത് 12000 കഴിഞ്ഞേക്കാം. റയർ കോയിനുകൾക്ക് വില വളരെ പെട്ടെന്ന് തന്നെ കൂടുന്നതാണ്. ഇനി അടുത്തതും അതേ കോയിൻ തന്നെയാണ്. അതേ കോയിനിൽ എഴുത്ത് മാത്രം ബാലഗംഗാധർ തിലക് വരെ വന്നിട്ടുള്ളൂ. 2007 തന്നെ അച്ചടിച്ചിട്ടുള്ള ഈ കോയിന്, ഇത് രണ്ടും 9 ഗ്രാം കോയിനാണ്. അതായത് എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 500 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 1200 രൂപ വരെ വിലമതിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി അതേ കോയിൻ തന്നെയാണ്. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിലും അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഈ കോയിന് 6 ഗ്രാം മാത്രമായിരിക്കും വെയിറ്റ് ഉണ്ടാവുക. അതിൻ്റെ വിവരങ്ങളിലേക്ക് വന്നാൽ 600 രൂപയിൽ തുടങ്ങി 1300 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. ഇതാണ് മ്യൂൾ കോയിൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും മ്യൂൾ കോയിൻ അല്ല. ആദ്യം അച്ചടിച്ച കോയിൻ, രണ്ടാമത് അച്ചടിച്ച കോയിൻ, മൂന്നാമത് അച്ചടിച്ച കോയിൻ, ഇങ്ങനെ കോയിൻ അച്ചടിക്കുമ്പോൾ എണ്ണം കുറച്ച് അച്ചടിക്കുന്നത് റയർ ആവുകയും കൂട്ടി എണ്ണം കൂടുതലുള്ളത്, അതായത് എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്ന കോയിനുകൾ കോമണും സ്കെയറും ആവുകയും ചെയ്യുന്നു. റയർ കോയിനുകൾ അങ്ങനെ കൂടുതൽ ആരുടെയും കൈ കിട്ടത്തില്ല. ചിലപ്പോൾ 1 ലക്ഷം കോയിൻ ആയിരിക്കും അടിക്കുന്നത്. നമ്മൾ 3.5 കോടി ജനങ്ങളുള്ളിടത്ത് ഈ 1 ലക്ഷം കോയിൻ അടിക്കുമ്പോൾ അത് റയർ ആവുന്നു. അപ്പോൾ ഇനി അടുത്ത നാണയത്തിൻ്റെ വിവരത്തിലേക്ക് വരാം. 50 years ഖാദി വില്ലേജ്. ഇതാ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഇതും 2 തവണ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കോയിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 9 ഗ്രാമുള്ള കോയിന് എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 5000 രൂപയിൽ തുടങ്ങി UNCയിൽ 15000 രൂപ വരെ വില ലഭിക്കുന്നതാണ്. 6500 രൂപയ്ക്ക് UNC സെറ്റ് ഈ ബുക്ക് അടിച്ച് അദ്ദേഹം തരുമെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി UNC സെറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇതിന് 15000 രൂപ വരെ വിലമതിക്കുന്ന കോയിനുകളാണ്. മാർക്കറ്റ് വാല്യൂ അത്രയും ഉണ്ട്. അടുത്തതായി അതേ കോയിൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അച്ചടിച്ചിട്ടുണ്ട്. അത് 6 ഗ്രാം കോയിനാണ്. 600 രൂപയിൽ തുടങ്ങി 1200 രൂപ വരെ ലഭിക്കുന്ന കോയിനുകളാണ്. അതും റയർ കോയിനുകളാണ്. റയർ കോയിനുകൾ കയ്യിൽ കിട്ടിയാൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അത്യാവശ്യം വരുമ്പോൾ മാത്രമേ കോയിനുകൾ വിൽക്കപ്പെടാവുള്ളൂ. അടുത്തതായി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഈ ഒരു കോയിനാണ്. ഈ ഒരു മുഖപടമുള്ള ഈ കോയിനുകൾക്ക് എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 5500 രൂപയും UNC കണ്ടീഷനിൽ 15000 രൂപയും വില ലഭിക്കുന്നതാണ്. ഇതും UNC സെറ്റ് അവിടെ നിന്ന് ലഭ്യമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 7300 രൂപ. 7300 രൂപയ്ക്ക് UNC സെറ്റ് ലഭിക്കുന്നതാണ്. മാർക്കറ്റ് വാല്യൂ ഈ 15K തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അടുത്തതായി അതേ കോയിൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അച്ചടിച്ചിട്ടുണ്ട്. അത് 50 രൂപയിൽ തുടങ്ങി 200 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ഒരു കോയിൻ്റെ ഡീറ്റെയിൽസും കൂടെ ചെയ്ത് ഈ വീഡിയോ നിർത്താം. അതായത് സെയിൻറ്റ് അൽഫോൺസ വിത്ത് സെൻറ്റനറി.
ഈ ഒരു മുഖപടമുള്ള കോയിൻ. ബോംബെ മിൻറ്റ് കോയിൻ 15 രൂപയിൽ തുടങ്ങി 30 രൂപ വരെയും, കൽക്കട്ട മിൻറ്റ് കോയിൻ 25 രൂപയിൽ തുടങ്ങി 100 രൂപ വരെയും, ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 10 രൂപയിൽ തുടങ്ങി 75 രൂപ വരെയും, നോയിഡ മിൻറ്റ് കോയിൻ 25 രൂപയിൽ തുടങ്ങി 100 രൂപ വരെയും വില ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.